നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാണ് ഒരു 85-ാമത്തെ മിനിറ്റൊക്കെ ആയപ്പോഴത്തേനും പയ്യെ ആർസണൽ ഫാൻസ് സ്റ്റേഡിയത്തിൽ നിന്ന് പയ്യെ പുറത്തോട്ട് പോകുന്നുണ്ട്. ഭയങ്കര ദേഷ്യത്തിലാണ് എല്ലാവരും. അവരുടെ മുഖം ശ്രദ്ധിച്ചാൽ അറിയാം, ഫ്രസ്ട്രേഷൻ, ദേഷ്യം എല്ലാം വ്യക്തമാണ് അവരുടെ മുഖത്ത്. കാരണം മാച്ചിന് മുന്നേ നോക്കിയാൽ എനിക്ക് തോന്നുന്നു സിറ്റി ഫാൻസിനേക്കാളും പ്രതീക്ഷകൾ കൂടുതൽ ആർസണൽ ഫാൻസിനായിരുന്നു. കാരണം അവരുടെ ലീഗിൽ ഇപ്പോൾ അവർ ഒന്നാമത് നിൽക്കുന്നു, ലീഗ് ടൈറ്റിൽ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുന്നു, ചാമ്പ്യൻസ് ലീഗിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ആപ്പാടെ പോസിറ്റിവിറ്റിയുടെ ഒരു ബഹളം. സിറ്റി അപ്പുറത്ത് റയൽ മാഡ്രിഡിനോട് ദയനീയമായി തോറ്റ് ചാമ്പ്യൻസ് ലീഗിൽ നിന്നൊക്കെ പുറത്തായി. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതി കൂടെയാണ് സിറ്റി പോകുന്നത്. അപ്പം പെപ്പ് ഗോർഡിയോള വളരെ മോശം സിറ്റുവേഷനിൽ കൂടെ പോകുന്നത്. പെപ്പ് ഗോർഡിയോളയ്ക്ക് സിറ്റിയിലെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന തരം ടോക്സും കാര്യങ്ങളും ഒക്കെ വരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ ഈ ഒരു EFL കപ്പ് ഫൈനൽ വരുന്ന ആർട്ടറ്റയുടെ ആദ്യത്തെ ട്രോഫി പൊക്കാനുള്ള അവസരം. അപ്പോൾ അങ്ങനെ ഒത്തിരി 100 കൂട്ടം പ്രതീക്ഷകളുമായിട്ടാണ് ശരിക്കും ആർസണൽ ഫാൻസും ഒക്കെ ഈ മാച്ചിനെ അപ്രോച്ച് ചെയ്തത്. ആ ഫസ്റ്റ് ഹാഫിൽ അവർ കളിച്ച രീതി നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, ആർസണലായിരുന്നു ബെറ്റർ ടീം. അപ്പം ആർസണൽ കണ്ടിന്യൂസ് അറ്റാക്ക് എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ആർസണലാണ് അറ്റാക്കിങ്ങിലൊരു ത്രെട്ട് ആർസണലാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം അവരുടെ ലോങ് ബോൾസ്, ട്രാൻസിഷൻസിലുള്ള അവരുടെ അറ്റാക്സുകൾ, യോക്കോർസിനെ ഫൈൻഡ് ചെയ്യുന്നു, നമ്മുടെ ട്രോസാർഡിനെ ഫൈൻഡ് ചെയ്യുന്നു. 6-ാമത്തെ മിനിറ്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് മുന്നിലെത്താം. ഹാവേർട്സിൻ്റെ ആ ഒരു നമ്മുടെ സാക്കയുടെയൊക്കെ ചാൻസ്, ട്രിപ്പിൾ സേവാണ് ട്രാഫോർഡ് നടത്തി സിറ്റിയെ രക്ഷിച്ചത്. അപ്പം ആ ഒരു ഫസ്റ്റ് ഹാഫിൽ നിന്ന് എങ്ങനെയൊക്കെയോ സിറ്റി രക്ഷപ്പെട്ട് സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേനും കളി മുഴുവൻ ഇങ്ങനെ 360 ഡിഗ്രി അങ്ങോട്ട് തിരിഞ്ഞു. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല ഗ്വാർഡിയോള എന്തായിരിക്കും ഇവന്മാരെ ഏത് രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് എന്ത് പറഞ്ഞാണ് ഈ രീതിയിലുള്ള ഒരു ചേഞ്ച് വരുത്തിയെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഫസ്റ്റ് ഹാഫിൽ ആകെപ്പാടെ സിറ്റിയുടെ ഒരു അറ്റാക്കിംഗ് ത്രെട്ടെന്ന് പറയുന്നത് സെമന്യോ കൊടുക്കുന്ന കുറച്ച് ക്രോസസ് ഹാലൻഡ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗോൾ ആയനെ. അതാണ് ഇപ്പോൾ 1-2 41-ാമത്തെ മിനിറ്റ് വരെ ശരിക്കും പറഞ്ഞാൽ സിറ്റിക്ക് പൊസഷനൊക്കെ കൂടുതലുണ്ട്. പക്ഷേ 41-ാമത്തെ മിനിറ്റ് വരെ ഒരു ഷോട്ട് അറ്റംപ്റ്റ് പോലും ഇല്ല. അത് കഴിഞ്ഞാണ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ 2 അറ്റംപ്റ്റ് വരുന്നത്, 0 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഇതാണ് അവരുടെ ഫസ്റ്റ് ഹാഫിലെ ഒരു പ്രകടനം. ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ട് സിറ്റി തിരിച്ചു വരും എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ സിറ്റി അങ്ങോട്ട് ഇറങ്ങി അങ്ങ് തീമഴ പെയ്ക്കായിരുന്നു സെക്കൻഡ് ഹാഫിൽ 1 പുറകെ 1 അറ്റാക്ക്. ഫസ്റ്റ് ഹാഫിലും പൊസഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പൊസഷൻ മാത്രമല്ല, പൊസഷൻ വിത്ത് ഇൻറ്റൻറ്റ്. അവരുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ഇപ്പം ചെർക്കി, അതുപോലെ തന്നെ ഡോക്കുവിനെ ഒന്നും ഫസ്റ്റ് ഹാഫിൽ കാണാനില്ല. സെമന്യോ, ഹാലൻഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നൊരു സംഭവം മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ചെർക്കിയും ഹാലൻഡും ഡോക്കുവും ഇവരെല്ലാവരും മരിച്ച് കളിക്കാൻ തുടങ്ങി. ചെർക്കി അസിസ്റ്റ് കൊടുക്കുന്നു, ന്യൂനസ് അസിസ്റ്റ് കൊടുക്കുന്നു. അവരുടെ 2 ഫുൾ ബാക്സും ഗോൾസിൽ ഇൻവോൾവ് ചെയ്യുന്നു. 2 ഗോളും ഓറൈലി സ്കോർ ചെയ്യുന്നു. ശരിക്കും ഈ മാച്ച് തോക്കുന്നതോടെ ശരിക്കും ആർസണലിൻ്റെ ഈ എന്നാ പറയുന്നത് നെഗറ്റീവ് അപ്രോച്ച്, ഗെയിമിലെ ഒരു നെഗറ്റീവ് അപ്രോച്ച് എന്ന് എല്ലാവരും കളിയാക്കുന്ന, അല്ലെങ്കിൽ ഓവർ ഡിഫെൻസീവായിട്ട് പോകുന്ന ഒരു രീതിയെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ മാച്ച് ജയിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ആരും പറയത്തില്ല എന്നുള്ളതും വേറൊരു പോയിൻ്റാണ്. സിറ്റി ഈ ഒരു മത്സരത്തിൽ കുറച്ച് ഡിഫെൻസീവ്ലി കുറച്ച് വീക്കറായിട്ട് ഇറങ്ങി. കാരണം റൂബൻ ഡയാസും അതുപോലെ തന്നെ മാർഗഹയും ഇല്ലാതാണ് ഇല്ലാതെ മറ്റേ നദാനക്കയും അതുപോലെ തന്നെ കുസനാവും ഒക്കെയാണ് ഡിഫൻസിൽ വന്നത്. പക്ഷേ ഈ രീതിയിൽ സെറ്റ് പീസസ് ഏരിയയിൽ ഇത്രയും ത്രട്ടനിങ് ആയിട്ടുള്ള ആർസണലിനെതിരെ അവർ ഏരിയയിൽ ഭയങ്കരമായിട്ട് ഉള്ള ഡ്യൂവൽസൊക്കെ വിൻ ചെയ്യുന്നു, നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. കുസനോവിൻ്റെ ടാക്കിൾസും അഗ്രഷനും ശരിക്കും എനിക്ക് തോന്നി. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗോൾ കീപ്പർ ആർസണൽ ഈ ഒരു ക്രൂഷ്യൽ ഗെയിമിൽ, ആർസണൽ മാത്രമല്ല ട്രാഫോർഡിനെയാണ് അവർ സിറ്റിയും യൂസ് ചെയ്തത്. പക്ഷേ സിറ്റിക്ക് അത്ര ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പുറത്ത് കെപ്പ അരിസബലാഗ എന്ന് പറഞ്ഞുകൊണ്ടൊരു മനുഷ്യനെ ചെൽസി സിറ്റിയുടെ മണ്ടയ്ക്ക് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ടല്ലോ. എന്നൊക്കെ ഈ കെപ്പ അരിസബലാഗ പരിപാടി അവതരിപ്പിച്ചാലും ഭയങ്കര ഒരു കോമഡി പരിപാടിയായി മാറാറുണ്ട്. അത് കണ്ടു നമ്മൾ. കാരണം ഡോക്കുവിനെ ഇടയ്ക്ക് പോയി ഫൗളൊക്കെ ചെയ്ത് യെല്ലോ കാർഡ്, ബോക്സിൽ നിന്ന് പുറത്ത് ഇറങ്ങി ഫൗൾ ചെയ്ത് യെല്ലോ കാർഡൊക്കെ മേടിക്കുന്നുണ്ട്. അന്നേരപ്പം തന്നെ എനിക്ക് തോന്നിയതാ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. ഫസ്റ്റ് ഗോളിൽ കെപ്പ അരിസബലാഗയുടെ കയ്യിൽ നിന്ന് പന്ത് പോകുന്നത് നമ്മൾ കണ്ട് നേരെ ഓറൈലിയുടെ തലയിലോട്ടായിരുന്നു അത് പോയത്. കാരണം അത് ഡേവിഡ് റയ പോണക്കത്തെ ഒരു ഗോൾ കീപ്പറാണെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആകത്തില്ല. അപ്പോൾ ആ ഒരു സാധനവും എന്നാ പറയുന്നത് നമ്മുടെ ആർട്ടറ്റയുടെ തലയിൽ തന്നെ വെക്കേണ്ടി വരും. അങ്ങനെ ഈ ഒരു തോൽവി ആർട്ടറ്റയുടെ ഒരു ഇൻറ്റൻറ്റ്, അല്ലെങ്കിൽ ആർട്ടറ്റയെ ഒത്തിരി ആർസണലിനെ ഒത്തിരി കളിയാക്കാനുള്ള ഒരു സ്കോപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം ആർട്ടറ്റയുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോളിനെ പലരും ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ചുകൂടെ ക്രിറ്റിസിസം നടത്താൻ പറ്റുന്ന ഒരു അവസരം. കാരണം
മാച്ച് തോറ്റു. ജയിച്ചിരുന്നെങ്കിൽ ആരും ഇതിനെക്കുറിച്ച് പറയത്തില്ല. പക്ഷേ ആർട്ടറ്റയുടെ കുറേ ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളും എനിക്ക് തോന്നുന്നില്ല ഈ രീതിയിൽ അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ വെച്ചുകൊണ്ട് ഇത്രയും നെഗറ്റീവായിട്ട് കളിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം എൻ്റെയും മനസ്സിൽ ഉണ്ട്. അപ്പം മാച്ച് കണ്ട നിങ്ങളൊക്കെ സിറ്റി ഫാൻസ് എല്ലാം ഓവർ ദ മൂൺ ആയിരിക്കും എന്നെനിക്കറിയാം. അവർക്ക് വീണ്ടും ഒരു ട്രോഫിയും കൂടെ നമ്മൾ റൈവൽസായിട്ടുള്ള ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് എപ്പോഴും തൊട്ടപ്പുറത്തുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് പെപ് ഗാർഡിയോളയുടെ കാലം കഴിയുന്നു പോകുന്നു. പക്ഷേ ഇതൊന്നും അങ്ങനെ പോകുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാച്ചിനെ പറ്റിയും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസായിട്ട് ഇടുക.